ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മാക്സ് ഫാഷനിലെ കിഡ്സ് കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഷോപ്പ് ദമാം കോബാറിലാണ്. ഞാൻ മുമ്പൊരിക്കലും ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അധികം മാക്സ് ഫാഷനിൽ പോകാറില്ല. ഇത് സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ഞാൻ പോയപ്പോൾ ഈദ് ടൈമിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് ദ ക്വാളിറ്റി വാസ് റിയലി ഗുഡ്. മാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ പോയിൻറ്റുമായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ H&M ആയിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാക്സിൽ റീസണബിൾ പ്രൈസാണ്. അതിൻ്റെ ഫാബ്രിക് ആൻഡ് മെറ്റീരിയൽ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പ്രൈസ് അഫോർഡബിൾ ആൻഡ് റീസണബിൾ എന്ന് പറഞ്ഞത് കൊണ്ട് ക്വാളിറ്റി ചിലപ്പോൾ ചീപ്പായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. മാക്സിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നവർക്ക് അറിയായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. ഇനിയെങ്ങാനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ കോബാർ ഷോറൂമിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ ദിസ് വീഡിയോ പ്രൈസ്, മെറ്റീരിയൽ ക്വാളിറ്റി, ഡിസൈൻസ്, ന്യൂ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ മാക്സിമം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഷോപ്പിനുള്ളിൽ കയറിയ ഉടൻ തന്നെ പോയത് ഗേൾസിൻ്റെ സെക്ഷനിലാണ്, കുട്ടികളുടെ സെക്ഷനിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. ഞാൻ ഈദിന് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇത്. അപ്പോഴിതിൻ്റെ ഓഫർ 2 പീസ് 50 റിയാലിനാണ് അവരിട്ടിരുന്നത്. ഇപ്പോൾ അത് റിഡ്യൂസ് ചെയ്ത് 1 പീസ് 25 അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പീസ് മേടിക്കണമെന്നില്ല, 1 പീസ് എടുത്താൽ 25 റിയാൽ. എല്ലാ ഡ്രസ്സസിൻ്റെയും ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരുന്നു. സിക്വൻസ് ആണെങ്കിലും കുട്ടികൾക്കത് കുത്താത്ത രീതിയിലുള്ളതാണ്. പിന്നെ നല്ല നല്ല ടീഷർട്ടൊക്കെ ഓഫറിലുള്ളതാണ്. ഇത് ഭയങ്കര കോട്ടണി, ഭയങ്കര സോഫ്റ്റ് ഡ്രസ്സായിരുന്നു. എനിക്ക് ചില ഷോപ്പുകളിൽ പോകുമ്പോൾ അത് ഫീലാകുന്നത്, ചില ഡ്രസ്സസ്, നല്ല വില കൂടിയ ഡ്രസ്സസൊക്കെ ചില കുട്ടികൾ നിലത്തിട്ട് ചവിട്ടിയാൽ അതൊന്ന് താഴെ വീണ് പോയാൽ പാരൻസും എടുത്ത് ഹാങ് ചെയ്യത്തില്ല, കുട്ടികളത് പറഞ്ഞവർ മനസ്സിലാക്കത്തുമില്ല ഇങ്ങനെ ചെയ്യരുതെന്ന്. അതൊരു ബിസിനസ് നടത്തുന്ന സ്ഥാപനമല്ലേ, അതിലൊരു കറ പറ്റിയാലോ അതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ പിന്നെ അത് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ബാഗ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ ഈ മെറ്റീരിയലിൻ്റെ ഫാനാണ്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് നാട്ടിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഈ സെക്ഷനിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. ഈ കുട്ടികളുടെ സ്പെക്സിൻ്റെ കളക്ഷൻസ് ഇത്രയും കാണുന്നത് ആദ്യമായിട്ടാണ്.
എന്തോരം നല്ല നല്ല ഡിസൈൻസ് ആയിരുന്നു. അങ്ങനെ അത് നോക്കി ഓരോന്നും തനിത്തനിയെ എടുത്ത് നോക്കി നിൽക്കാൻ തോന്നും. അത്ര വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിരുന്നു. എനിക്ക് ഓരോന്നും തനിയെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേറെയും ഇവിടുത്തെ സിറ്റിസൻസ്, കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ട് പിന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തത്. ആക്സസറീസ് സെക്ഷൻസിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഹെയർ ബാൻഡിൻ്റെയൊക്കെ പുതിയ പുതിയ ഡിസൈൻസ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ന്യൂ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹെയർ ബാൻഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ചെറിയ ഡിസൈൻ, ഇത് കൊറിയൻ ചൈനീസ് ലുക്കിലൊക്കെ ഉള്ളതല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഇതിലും നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഉള്ള 4 പീസ് 20 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അഫോർഡബിളായിട്ട് തോന്നി. ബാഗ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ ബാഗായിരുന്നു ഇത്. ക്യൂട്ട് ടൈനി ബാഗാണ്. നമ്മുടെ വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കിഡ്സിൻ്റെ സെക്ഷനിലുള്ളതാണ്, കിഡ്സിനുള്ളതാണ്. ബട്ട് ഭയങ്കര ഒരു ക്യൂട്ടായിരുന്നു. ഇതിൻ്റെ വർക്ക് ലെതർ വർക്കാണ്. അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര സൂപ്പറായിരുന്നു. ആ റേറ്റിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ്സ് വർത്ത്. ഈ ബാഗും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വർക്കും അടിപൊളിയായിരുന്നു. ഇത് കുട്ടികൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു നെറ്റ് വർക്കിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ബാഗ് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു കുട്ടി പേഴ്സ് ഫ്രീ വരുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ മെറ്റീരിയലും നല്ല സൂപ്പർ സോഫ്റ്റ് ക്വാളിറ്റി ആയിരുന്നു. നന്നായിരുന്നു. ഇത് ഭയങ്കര വെറൈറ്റി ആയി തോന്നി. ജീൻസ് മെറ്റീരിയലാണ് ഈ ബാഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്കൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. ആ ഫ്ലവേഴ്സ്. ഹെയർ ആക്സസറീസ് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രഞ്ചീസിൻ്റെ മെറ്റീരിയൽസ് ആയാലും കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ്, പിന്നെ അതിൻ്റെ ഡിസൈൻസും വർക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി പോകും. അത്രത്തോളം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പാൻറ്റ്സ്, ലെഗിൻസ്, ഷോർട്സ് ആ സെക്ഷനിൽ പോയപ്പോഴും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറൈറ്റി പുതിയ പുതിയ കാണാത്ത തരത്തിലുള്ള പ്രിൻറ്റ്സുള്ള കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കോംബോയാണ്. 3 പീസിൻ്റെ കോംബോ, 2 പീസിൻ്റെ കോംബോ ഉണ്ടായിരുന്നു. 1 പീസ് തന്നെ നല്ല അഫോർഡബിൾ 10 റിയാൽ 7 റിയാൽ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു 1 പീസ്. പിന്നെ പ്രിൻറ്റഡും ഒരുപാട് വർക്ക്, എംബ്രോയ്ഡറി വർക്കുള്ള പാൻറ്റ്സ്, ലെഗിൻസ്, ജെഗിൻസ്, അങ്ങനെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കുട്ടികളുടേത്. ഗേൾസിൻ്റെ സെക്ഷൻ പോലെ തന്നെ കിഡ്സിൻ്റെ സെക്ഷനിലും, അതായത് 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളുടെ സെക്ഷനിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്യൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം അങ്ങ് പർച്ചേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത്ര നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. കളേഴ്സ് ആണെങ്കിലും ഭയങ്കര സൂത്തിങ് കളേഴ്സും മെറ്റീരിയൽസുമാണ്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൽ എന്നെ അട്രാക്റ്റ് ചെയ്തതിൽ എംബ്രോയ്ഡറി വർക്കാണ്. ക്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിരുന്നു. ആൻഡ്
നല്ലൊരു ഫിനിഷിങ് വർക്കായിരുന്നു. എല്ലാം കൂടി എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും അതും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളും മാക്സ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. സ്റ്റേ ട്യൂൺ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യണം, ഏതെങ്കിലും ഷോപ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഓഫേഴ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അതുപോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇനിയും പുതിയ പുതിയ ഐഡിയാസുമായിട്ട് പുതിയ വീഡിയോസായിട്ടൊക്കെ വരാം ഇൻഷാ അല്ലാ. ഓക്കെ, അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.